അതുതന്നെയാണ് അലതല്ലുകയാണ് ആഘോഷം. സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പ്രവർത്തകർ അവരുടെ ആവേശം വിതറുകയാണ്. നിരത്തുകൾ അവർ ആഹ്ലാദ പ്രകടനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. വിപിൻ സി വിജയൻ എറണാകുളത്ത് ചെയ്യുന്നു. വിപിൻ, തുടക്കം തൊട്ട് ഏറ്റവും ശക്തമായ പ്രതിഷേധമുണ്ടായ ഇടം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അത് എറണാകുളമാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹം, ആ ആവശ്യം അത് അംഗീകരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പരമാവധി നിൽക്കുന്ന സന്തോഷ പ്രകടനവും അത് എറണാകുളത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ടി വരില്ല. വിപിൻ, അത്യാഹ്ലാദത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ ഇപ്പോഴിതാ മഴ അല്പമൊന്ന് മാറി നിൽക്കുന്നു. നൃത്ത ചുവടുകളുമായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചേർന്ന് അവർക്ക് ലഭിച്ച ഏറ്റവും നല്ല മുഹൂർത്തം അത് ആഘോഷമാക്കുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അവർ കാത്തുനിന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മനോഹര നിമിഷങ്ങളാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് അതിന്റെ മാറ്റ് ഒട്ടും കുറയുന്നില്ല. DCCയുടെ നേതൃത്വത്തിൽ നഗരം ചുറ്റിയുള്ള പ്രകടനമാണ് നടന്നത്. അതിന്റെ ഏറ്റവും ഇതുവരെയാണ്, മറൈൻ ഡ്രൈവ് വരെയാണ്. ആ മറൈൻ ഡ്രൈവിൽ അവസാനിക്കുന്ന സമയത്ത് അവർ വലിയ ബാൻഡ് മേളത്തിന് നൃത്ത ചുവടുകളുമായി ഇപ്പോൾ ആകുന്ന കാഴ്ച നമുക്ക് കാണാം. അതിൽ ജനപ്രതിനിധികളുണ്ട്, സാധാരണ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചത് ആഘോഷമാക്കുകയാണ്. നേരത്തെ സുഖൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശന് ഏറ്റവും കൂടുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആവശ്യമുയർന്ന ഒരു ജില്ല എറണാകുളം തന്നെയായിരിക്കും. അതിന് ഒന്നല്ലാത്ത പലവിധ കാരണങ്ങൾ കൂടിയുണ്ട്. ജനകീയനായിട്ടുള്ള ജനനായകൻ എന്നുള്ളത് എവിടെയും നമുക്ക് കാണുന്ന ഒരു പോസ്റ്റാണ്. നിലപാടുകളുടെ രാജകുമാരനാണെന്നും ഇത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുന്നില്ലെന്നും ഒരുപോലെ പ്രവർത്തകർ പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു എക്സിറ്റ് പോളും 102 സീറ്റുകൾ UDFന് ലഭിക്കുമെന്ന് പ്രവചിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ 102 സീറ്റുകൾ ലഭിക്കുമെന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ എക്സിറ്റ് പോളിന്റെ പേരാണ് പറവൂരിന്റെ സ്വന്തം വി ഡി സതീശൻ. ഒപ്പം അദ്ദേഹം രാഷ്ട്രീയമായി ആ പാർട്ടി എപ്പോഴൊക്കെ തളർന്നോ, എപ്പോഴൊക്കെ ആശങ്കയിൽപ്പെട്ടോ അപ്പോൾ ഉയർപ്പിന്റെ ഒരു വെള്ളം അത് എല്ലാവർക്കും പ്രവർത്തകർക്ക് നൽകിയ ആവേശത്തിന്റെ പേരാകുന്നു വി ഡി സതീശൻ എന്ന് പ്രവർത്തകർ പറയുകയാണ്. അങ്ങനെയുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ ഈ പ്രവർത്തകരെ സംബന്ധിച്ച് തെല്ലല്ലാത്ത ആ സന്തോഷമുണ്ട്. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കാണുകയാണ്. അത് തന്നെയാണ് ആദ്യം മുതൽ നമുക്ക് പറയുന്ന പോലെ തന്നെ 4 നൂറ്റാണ്ടായി പറവൂരിന്റെ സ്വന്തം MLA ആണ്. അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് തന്നെ പറയാവുന്ന പറവൂരിൽ അല്പസമയത്തിനകം ഇതേ ആഹ്ലാദ പ്രകടനം നടക്കും. ഇപ്പോൾ അത് എറണാകുളം ജില്ലയിൽ നടക്കുന്നു. ഒരു മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്ന് വേണമെന്ന് ആദ്യം പറഞ്ഞതും DCC അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസാണ്. അത് ഈ പ്രവർത്തകരുടെ മുഴുവൻ വികാരമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. LED വാൾ, വീഡിയോ വാൾ, ഒപ്പം കൊടിത്തോരണങ്ങളുമായി നൃത്ത ചുവടുകൾ വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള ട്രോളുകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും വലിയ നിരാശയുണ്ടാക്കുന്നതായിരുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എവിടെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഇല്ലല്ലോ, ഒരു മുഖ്യമന്ത്രി എത്താ എന്നുള്ള പല വിധത്തിലുള്ള ട്രോളുകൾക്ക് മറുപടിയില്ലാതെ 4 ആൾ കൂടുന്നെടുത്ത് പോകാൻ കഴിയാത്ത സ്ഥിതിയെന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഓരോ പ്രാദേശിക നേതാക്കളും പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനൊരു അറുതിയായിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വി ഡി സതീശനാകുമ്പോൾ അതിന്റെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹമാകണമെന്ന് ആഗ്രഹിച്ച ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ആ സന്തോഷം ഇപ്പോൾ തെരുവിൽ പടക്കം പൊട്ടിച്ചും നൃത്ത ചുവടുകളുമായും ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിലെമ്പാടും, കേരളത്തിലെ ഓരോ സ്ഥലത്തുമുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന എല്ലാ നിരാശയും അടപൊട്ടി അതിന്റെ സന്തോഷത്തിന് വഴിമാറുന്ന കാഴ്ച കൂടിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ആ പ്രവർത്തകർ വെക്കുകയാണ്. കേരളത്തെ വീണ്ടെടുക്കാൻ വി ഡി സതീശൻ എന്ന CM വന്നിരിക്കുന്നു എന്നുള്ള പോസ്റ്ററുമായാണ് ഈ ഒരു നഗര പ്രദക്ഷിണം ഇപ്പോൾ നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരനാണെന്ന് ഓരോ ആളുകളും ആവർത്തിക്കുന്നു. നമ്മൾ നേരത്തെ ഒരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വി ഡി സതീശൻ ആദ്യം എടുക്കേണ്ട തീരുമാനം അത് PSCയുമായി ബന്ധപ്പെട്ടതാണ്. PSCയിലെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി അന്വേഷിക്കണം, അല്ലെങ്കിൽ തൊഴിൽ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വേഗത കൂട്ടണം തുടങ്ങിയിട്ടുണ്ട്.
പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവരുടെ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തായിരിക്കണം ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്നുള്ള കാര്യത്തിൽ കൂടി ഓരോ പ്രവർത്തകർക്കും ഒരു വ്യക്തതയുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലായത്. ആ കാരണം അവർ അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എത്തുമ്പോൾ തെല്ലല്ലാത്ത സന്തോഷം അതിന്റെ ഏറ്റവും അത്യുന്നതങ്ങളിൽ ആഘോഷിക്കുകയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും എന്നുള്ളതാണ് എറണാകുളത്തെ ഇപ്പോഴത്തെ കാഴ്ച. സുഹൈൽ, എന്നാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എറണാകുളത്തുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ആവേശ പ്രകടനങ്ങൾക്ക് അല്പം ഭംഗി കൂടുതലാണ്. കാരണം എറണാകുളത്തു നിന്നൊരു മുഖ്യമന്ത്രി എന്ന് വി.ഡി. സതീശൻ ഉയർത്തിക്കാട്ടി ആദ്യം ഒരു ക്ലെയിം ഉണ്ടാകുന്നത് എറണാകുളത്തിന്റെ മണ്ണിൽ നിന്നാണ്, ഷിയാസിൽ നിന്നാണ്. പിന്നീട് അങ്ങോട്ടാണ് രൂക്ഷമായ മുഖ്യമന്ത്രി വാക്പോരിലേക്ക് കടക്കുന്നത്. ഉടൻ തന്നെ M.K. രാഘവൻ ഇത് പറയാൻ ഷിയാസ് ആരെന്ന മറുചോദ്യം ഉന്നയിക്കുന്നു. അങ്ങനെ അവിടെ തുടങ്ങിയ നേതാക്കളുടെ വാക്പോരുകൾ, പിന്നീട് ഫ്ലെക്സ് പോരുകൾ, അണികളുടെ തെരുവ് പോരുകൾ, ഇതെല്ലാം കഴിഞ്ഞ് 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ വി.ഡി. മുഖ്യമന്ത്രിയാകണമെന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പിറ്റേ ദിവസം ആദ്യമായി ആ വാക്യം ഉയർന്നു കേട്ട എറണാകുളത്തിന്റെ മണ്ണിൽ ആവേശം, ആഘോഷം അലതല്ലുകയാണിതാ. പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും ഈ പറഞ്ഞതുപോലെ കമ്പിത്തിരി കത്തിച്ചും മധുര വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ അവരുടെ ആഘോഷം, അവരുടെ ആവേശം അതങ്ങനെ പുറത്തറിയിക്കുകയാണ്. ആവേശം അങ്ങനെ അലതല്ലി എറണാകുളം നഗരവീഥികൾ കടക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഈ കണ്ട മാതിരി വലിയ സന്തോഷ പ്രകടനമാണെങ്കിൽ പറവൂരിൽ അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്ന ആഘോഷങ്ങൾ അതെങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് പറവൂരിലെത്തിയ വി.ഡി. സതീശൻ നന്ദി പ്രകടനം കണക്കെ പറവൂരിൽ നടത്തിയ പ്രകടനം നമുക്ക് ഓർമ്മയുണ്ട്. വലിയ ജനബാഹുല്യമായിരുന്നു ആ പ്രകടനത്തിൽ. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ചോദ്യത്തിനൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും ഇന്ന് മുഖ്യമന്ത്രി അതേ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അവിടെ ആവേശം എന്തായിരിക്കും, ആഹ്ലാദം എങ്ങനെയായിരിക്കും ഒക്കെ കണ്ടറിയേണ്ടി വരും. ഇന്നലെ ഈ പ്രഖ്യാപനം വരുമെന്ന വന്ന ഘട്ടത്തിലൊക്കെ വി.ഡി. സതീശന്റെ വീട്ടുമുറ്റത്ത് കൂടിയ ജനങ്ങളുടെ കണക്ക് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ ജനബാഹുല്യം ഉണ്ടായിരുന്നു, വലിയ ജനസമ്മതി ഉണ്ടായിരുന്നു. അങ്ങനെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിലുള്ള ആഘോഷപ്രദങ്ങൾ, ആവേശപ്രദങ്ങൾ പറവൂരിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഉദ്വേഗം കൂടിയാണ്, ഒരു ആകാംക്ഷ കൂടിയാണ് അനുജ. ഇപ്പോൾ കോട്ടയം ജില്ലയിലും വിവിധ ഇടങ്ങളിൽ ആഘോഷ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ പാമ്പാടിയിൽ നിന്നുള്ള ആഘോഷം നമ്മൾ കണ്ടു. ഇപ്പോൾ കോട്ടയം തിരുനക്കരയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട് പ്രവർത്തകർ. ലഡു വിതരണം ചെയ്തുമൊക്കെയുള്ള ആഹ്ലാദ പ്രകടനമാണ്. മറ്റു ചില പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഈ സമയത്ത് നടക്കുന്നത്. ഒന്ന് ഡൽഹിയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനെ സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് തന്നെ അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടാകുമെന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ കെ. സുധാകരൻ സന്ദർശിക്കുകയാണ്. നമുക്കറിയാം കെ. സുധാകരൻ ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി പറഞ്ഞു. പിന്നീട് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയ നേതാവാണ്. അതിനുശേഷം വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പ്രതികരിച്ചത് നമുക്കറിയാം. അല്പസമയം മുൻപൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ കാണാനായി കെ. സുധാകരൻ എത്തിയിരിക്കുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൂടിക്കാഴ്ച തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഡൽഹിയിലല്ല, തിരുവനന്തപുരത്ത്. അത് എം.എൽ.എമാരായ അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, ടി.ജെ. വിനോദ്, അബിൻ വർക്കി, റോണി കെ. ബേബി, ഒപ്പം ജോസഫ് വാഴക്കൻ. അവർ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതെ, രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിലുള്ള രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന എം.എൽ.എമാരാണ്. അവർ വി.ഡി. സതീശനെ കാണാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരും എന്നും നമ്മൾ കരുതുന്നുണ്ട്. 4 മണിക്ക് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് 5 മണിക്ക് എന്ന വിവരം ഇപ്പോൾ 5:30 വരുന്നു. ജ്യോതികുമാർ ചാമക്കയുടെ പ്രതികരണം, ചെന്നിത്തല ഗുരുവായൂരിൽ പോയതാണ്. എല്ലാ മാസവും 1-ാം തീയതി അവിടെ പോകാറുണ്ട്. പിണങ്ങിയെന്ന വാർത്ത, അതായത് അസ്വാരസ്യമുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കൂടി ജ്യോതികുമാർ ചാമക്കാല, രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന എം.എൽ.എ. കൂടി എന്ന കണക്കിൽ ജ്യോതികുമാർ ചാമക്കയുടെ പ്രതികരണം വരുന്നു. മാധ്യമങ്ങൾ നിൽക്കുന്ന വഴിയിലൂടെ തന്നെ പോകണമെന്നുണ്ടോ എന്നുള്ള മറുചോദ്യമാണ് ജ്യോതികുമാർ ചാമക്കാല ഉയർത്തുന്നത്. എന്തായാലും ഈ പറഞ്ഞ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ തലസ്ഥാനം വിട്ട രമേശ് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് അതെ, വി.ഡിയുടെ ക്യാബിനറ്റിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതിനുത്തരം പറയേണ്ടത് താനല്ല എന്നും ജ്യോതികുമാർ ചാമക്കാല പറയുന്നു. രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എം.എൽ.എമാർ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനായിരിക്കും? ഏതെങ്കിലും കോംപ്രമൈസ് ഫോർമുലേക്കാണോ? അതേസമയം തന്നെ കെ. സുധാകരനും വി.ഡി. സതീശും നടത്തുന്ന ചർച്ച കൂടിക്കാഴ്ച, അതും ക്യാബിനറ്റ് സംബന്ധിച്ചാണോ, ആർക്കൊക്കെ ക്യാബിനറ്റ് പദവി എന്ന് സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും തലസ്ഥാനം, അതിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും തിരക്കിട്ട മാരത്തൺ ചർച്ചകൾ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.